कांग्रेस सांसद राहुल गांधी 3 अप्रैल को अपना नामांकन दाखिल करने के लिए केरल में अपने निर्वाचन क्षेत्र वायनाड पहुंचने वाले हैं। नामांकन पत्र दाखिल करने से पहले राहुल उत्तरी केरल निर्वाचन क्षेत्र में रोड शो करेंगे। पार्टी कार्यकर्ता इसे कामयाब बनाने की तैयारियों में जुटे हुए हैं। എന്നാൽ 3-ാം തീയതി വരുന്നതോടുകൂടി അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നതോടുകൂടിയിട്ട് വലിയ രീതിയിൽ നമ്മുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എല്ലാം മാറും, ഒന്നുകൂടി ഉഷാറായിട്ട് തന്നെ പരിപാടികളെല്ലാം ഉഷാറായിട്ട് നടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. മൊത്തത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയമായി മാറ്റങ്ങൾ സംഭവിക്കും. കേരളത്തിലാണെങ്കിലും മൊത്തത്തിൽ എല്ലാ രീതിയിലും നമ്മൾ വീടുകളിൽ കയറിയിട്ടും അതുപോലെ തന്നെ ബൂത്തുകളൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മണ്ഡലങ്ങളായാലും പോലും ബൂത്തുകളായാലും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ ശതമാനം കൂട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഉറപ്പാണ്. കഴിഞ്ഞ ഇലക്ഷനേക്കാളും ഭൂരിപക്ഷം ഈ ഇലക്ഷന് കൂടുന്നുള്ളത് ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. वायनाड लोकसभा सीट के कांग्रेस कार्यकर्ताओं को भरोसा है कि 2019 के मुकाबले इस बार के चुनाव में राहुल गांधी की जीत का अंतर कहीं ज्यादा बड़ा होगा। രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മൊത്തം നടത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ മാത്രമായി ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മണ്ഡലത്തിൽ വന്നാലില്ലെങ്കിൽ UDFന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാവും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഈ വർഷം രാഹുൽ ഗാന്ധി വിജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ കൺസേൺ ആണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മാനിഫെസ്റ്റോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യുവന്യായ എന്നുള്ള പേരിൽ യുവാക്കളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ യുവാക്കൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഫാസിസ്റ്റ് വിരുദ്ധത ഏറ്റവും കൂടുതൽ ആ രംഗത്ത് പ്രതികരിക്കുന്ന ഒരു കൂട്ടർ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം രാഹുൽ ഗാന്ധിയെ നെഞ്ചേറ്റുന്നത്. राहुल गांधी ने 2019 के लोकसभा चुनाव में अपने विरोधी उम्मीदवार PP सुनीर को 4,30,000 से ज्यादा वोटों के अंतर से हराकर जीत हासिल की थी। वायनाड लोकसभा सीट पर राहुल गांधी CPI की वरिष्ठ नेता एनी राजा और केरल कांग्रेस के प्रमुख K सुरेंद्रन के बीच हाई प्रोफाइल त्रिकोणीय मुकाबला है। ഈ തെരഞ്ഞെടുപ്പിൽ ആനി രാജയെക്കാളും BJPയുടെ സുരേന്ദ്രനേക്കാളും ഒക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ദേശീയ തലത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരണം. അതിന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്ത് വരണം. അതിന് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ തീരുമാനിച്ച് അതിന് ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ സാഹചര്യമാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. वैसे तो वायनाड के वोटरों के लिए कई बड़े चुनावी वादे हैं, लेकिन इस सीट पर सबसे खास मुद्दा इलाके में इंसानों और जानवरों के बीच आए दिन होने वाला संघर्ष है। केरल में लोकसभा की सभी 20 सीटों के लिए 26 अप्रैल को वोटिंग होगी। वोटों की गिनती 4 जून को की जाएगी।